Hello, my dear students. Welcome back to another session of the Canterbury School of English. ഞാൻ ഡോക്ടർ രഹന മുളസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസിൽ വരുന്ന മാരീഡ് മാൻ സോങ് എന്ന് പറയുന്ന അൽഫ്രൂഡി എഴുതിയ മനോഹരമായ ഒരു കവിതയാണ്. ഈ ഒരു കവിതയിൽ നമ്മൾ ടൈറ്റിൽ തന്നെ നോക്കി മാരീഡ് മാൻ സോങ് ഇല്ലേ, വിവാഹിതന്റെ സംഗീതം. ഒരു ഒരു വിവാഹിതന്റെ സംഗീതം അല്ലെങ്കിൽ വിവാഹിതന്റെ ഗാനം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വിവാഹത്തിന് ശേഷം ജീവിതം ഭയങ്കര ബോറിംഗാണ്, മുന്തിയതാണ് എന്നൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട്. അവർക്ക് രണ്ടാമത് ജീവിതത്തില് ഒരു ഒരു കാമുകി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സന്തോഷമായിരുന്നേ. ഭാര്യ അറിയാതെ ഒരു രഹസ്യ ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ അത് ജീവിതത്തിലെ ഒരു ത്രില്ലിംഗ് ആയിരുന്നേ. ഇങ്ങനെ ജീവിതം നമ്മൾ ചിന്തിക്കുന്നത് മധ്യകാല ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, പ്രത്യേകിച്ച് മാനെയാണ് ഇവിടെ കാണിക്കുന്നത്. അദ്ദേഹം ഒരു ക്ലറിക്കൽ ജോബൊക്കെ ചെയ്ത് ജീവിക്കുകയാണ്. ഇതൊക്കെ ഭയങ്കര മൂടയിലായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം അനുഭവിക്കുന്നത്. എന്നും കൊണ്ടും ക്ലറിക്കൽ വർക്കുകൾ, ഈവനിങ്ങിൽ വീട്ടിലേക്ക് തിരികെ പോകുന്നു. വീണ്ടും അത് പറയുന്ന ആൾക്കാരെ, സ്ഥിരമായി കാണുന്ന ആൾക്കാരെ കഴിയും. പക്ഷെ അവിടെ അവൻ എന്നെ ചിന്തിക്കണം, എനിക്ക് സുന്ദരിയായ ഒരു ചെറുപ്പക്കാരൻ ഒരു മകതി ഉണ്ടായിരുന്നു. അവരുമായിട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു എനിക്ക് ചിന്തിക്കണം. മനോഹരമായ ഒരു കവിതയാണ് ഞാൻ പഠിക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഇത് നമുക്ക് കവിത നോക്കാം. ഫസ്റ്റ് ആൽഫ്രഡ് ഫ്രൂഡി. ആൽഫ്രൂഡിയുടെ ഫുൾ നെയിം എന്ന് പറയുന്നത് ആൽഫ്രഡ് ബ്രില്ലിംഗ്ടൺ ഫ്രൂഡി എന്നാണ്. അദ്ദേഹം ഒരു കനേഡിയൻ പോയിന്റ് ആണ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് ദ വോയിസസ് ഓഫ് ദ ലാൻഡ് എന്ന് അറിയപ്പെടുന്നത്. ലാൻഡ് വോയിസ് എന്ന് അറിയപ്പെടുന്നത്. His time period is from 1918 to 2000. He was known for his vivid depictions of the Canadian landscape and culture. He was born in Ontario and largely self-educated. His famous work is Caribou Horses, published in 1965, which won the Governor General's Award. And he explored themes like history, nature, mortality and lives of ordinary Canadians. Crowley's legacy endures with his home in Ameliasburg. Now it is considered as Alcrody's estate. Remember Shakespeare and the Stratford upon home. റൈറ്റേഴ്സിന്റെ അതുപോലെ തന്നെ അതൊരു ലിറ്റസി ആയിട്ട് കരുതുന്ന പോലെയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ അമേലിയസ് ബർഗിലുള്ള ഹോം. അൽക്രൂഡി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റാണ് അതിനെ കരുതപ്പെടുന്നത്. അദ്ദേഹം പ്രമുഖനായ കനേഡിയൻ പോയിന്റാണ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആൽഫ്രഡ് വെല്ലിംഗ്ടൺ ക്രൂഡി എന്നാണ്. അദ്ദേഹത്തിന്റെ വോയിസസ് ഓഫ് ലാൻഡ് എന്ന് കരുതപ്പെടുന്നു. അദ്ദേഹം ഒന്റാറിയോയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് അല്ലെങ്കിൽ ഫേമസ് കളക്ഷൻ എന്ന് അറിയപ്പെടുന്നത് Caribou Horses, published in 1965. അദ്ദേഹത്തിന് അതിന് ഗവർണർ ജനറൽസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. Next, നമുക്ക് ഈ പറയുന്ന പഴയ എന്താണ് about the poem, which is published in uh, Alcrody's collection titled Caribou Horses in 1965. Here, Married Man's Song is a poem by Alcrody that explores themes of infidelity, desire, and complexities of marriage. So that is the theme. What is the theme? The infidelity, desire, and the complexities of marriage. Here, in the poem, Alfred represents the inner thoughts of engaged man, long married man that engaging in an affair with a young woman. ഒരു ചെറുപ്പക്കാരിയായ കുഞ്ഞുമായിട്ട് വീണ്ടും പ്രണയത്തിലാവുന്ന ഒരു മിഡിൽ ഏജ് മാന്റെ കഥ പറയുന്നത്. അതിന്റെ അദ്ദേഹത്തിന് ഇന്നർ തോട്ട്സിനെ വ്യാഖ്യാനിക്കുന്ന പോയമാണ് അൽഫ്രൂഡിയുടെ മാരീഡ് മാൻ സോങ്. ഒരു പുരുഷനെ മറ്റൊരു പുരുഷന്റെ മനസ്സറിയാൻ സാധിക്കുമെന്ന് പറയുന്നത്. It contrasts the vibrance of romantic passion with the mundane realities of everyday life. Here, Trudy employs vivid imagery and colloquial language to capture the tension between fleeting moments of excitement and weight of the marital responsibilities. So, everyday life is അനുഭവിക്കുന്ന വീണ്ടും എക്സ്പീരിയൻസ് ചെയ്യുന്ന നിങ്ങൾക്കുണ്ട്. ജീവിതത്തിന്റെ വർണ്ണാനുക്രമായ റൊമാൻറ്റിക് പാഷനെ അതിന്റെ വൈബ്രൻസി ജീവിതത്തിലേക്ക് വീണ്ടും കൊണ്ടുവരാനാണ് നമ്മുടെ ഈ മധ്യാഹ്നത്തിലിരിക്കുന്ന ഈ ഒരു മനുഷ്യൻ ശ്രമിക്കുന്നത്. ഇതിനൊക്കെ ഉണ്ടോ കൂടി ആ ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നത് മീൻസ് ഈ ഒരു അവസ്ഥയിൽ എന്റെ ഈ ഒരു വയസ്സിൽ രണ്ടാമത് ഞാനൊരു പ്രണയത്തിലാകുമ്പോൾ, ചെറുപ്പക്കാരിയായിട്ട് ഞാൻ പ്രണയത്തിലാകുമ്പോൾ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും അതുപോലെ തന്നെ ഒരു ഭർത്താവിൽ നിന്നുള്ള നിലയിലുള്ള മാരിറ്റൽ റെസ്പോൺസിബിലിറ്റീസിന്റെ ആധിക്യവും അതെല്ലാം ഓക്കെ ലാംഗ്വേജിലൂടെ പറയാനായിട്ട് നല്ല
majorly really something. Uh, the point raises questions about virtue, cost of love, limits of human relationship, living moral ambiguities, and resolve. Okay, നമ്മൾ ഒരു മനുഷ്യനെ ജീവിക്കുകയും ചെയ്യും ഇല്ലേ? സ്നേഹിച്ചു ചെയ്യും അല്ലേ? സോ അങ്ങനെയാകുമ്പോഴത്തേക്ക് ഈ നേച്ചർ ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പിന്റെ അർത്ഥം എന്താണ്? ലവ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താണ്? വേർച്യു എന്ന് വെച്ചാൽ എന്താണ്? ഇതിന്റെയൊക്കെ ആംബിഗിറ്റീസിനെ പറ്റി അദ്ദേഹം ചോദ്യം ചെയ്യും. എന്ത് അദ്ദേഹം ഇതെല്ലാം തന്നെ റിസോൾവ് ചെയ്യുന്നുണ്ട് എന്നാണ്. ഇത് നമുക്ക് പോയിന്റിലേക്ക് പോകാം. That's the first answer. When you make love to the young girl, that is when you place the long married man say to himself from the girl that love is real and that's the bitch. അദ്ദേഹം പറയുന്ന മനോഹരമായ സ്റ്റാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇല്ലേ? അല്ല, ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു 35, 40, 45 വയസ്സൊക്കെ, 45 വയസ്സ് അതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ മതി കേട്ടോ. ആ ഏജിലുള്ള ഒരു മനുഷ്യൻ തന്റെ പ്രിയ കാമുകിയോട്, ചെറുപ്പക്കാരിയായ കാമുകിയോട് സല്ലപിക്കുമ്പോൾ അവളോട് അവൻ പറഞ്ഞിട്ടുണ്ടാകുക ലവേഴ്സ് പ്രണയിതാക്കൾ വിജയിക്കട്ടെ. ഈ പറയുന്ന ജീവിതത്തിൽ ജോലി ചെയ്ത് കിടക്കാൻ ആഗ്രഹിക്കുന്ന ക്ലച്ചുകളുണ്ട്. ഓക്കെ, എന്നുവെച്ചാൽ ജീവിതം കൊണ്ട് നമുക്ക് കൊണ്ട് നടക്കണം. അവർ തകർന്നടിഞ്ഞു പോകട്ടെ, പ്രണയിതാക്കൾ വിജയിക്കട്ടെ. അവൾ അവളുടെ ചെവിയിലേക്ക് അവനെന്തെയും നിർദ്ദേശിച്ചുകൊണ്ട് when neons flash and the girls into light and shadows, the room vanishes and all those others guests who checked out long ago are smiling. And only the darkness of her may be touched, only the whiteness look that she stands above him as the storm goddess weeping tears and honey. She is half his age and far older. How can a man tell his wife this? So, അവന് പറയും. പിന്നീട് നമുക്ക് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇതില് ഭയങ്കര എക്സൈറ്റ്മെന്റോടുകൂടിയാണ് അയാൾ പറയുന്നത് അല്ലേ? ദ ലവേഴ്സ് ലിവ് ആൻഡ് ഡെസ്പർ മെൻ പെരിഷ് എന്ന് വെച്ചാൽ എന്താണ്? പ്രണയിതാക്കൾ വിജയിക്കട്ടെ, അതുപോലെ തന്നെ ജോലി ചെയ്ത് എന്ത് ഇരിക്കുന്നവർ തകർന്നടിയട്ടെ, അവരുടെ ജീവിതം ഇല്ലാതായി പോകട്ടെ എന്ന് അയാൾ പറയും. സോ ഒരു പ്രണയിനിയെ കിട്ടിയതിന്റെ എക്സൈറ്റ്മെന്റ് നമുക്കത് കാണാനായിട്ട് സാധിക്കും. പിന്നീട് നമ്മൾ കാണിക്കുന്നത് when neons flash and the girls in light and shadows, ഇനി ഒരു റൂമാണ്. ആ റൂമിലേക്ക് വരുമ്പോൾ അവിടെ നിയോൺ ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. ഇവര് തമ്മിൽ പ്രണയത്തിന്റെ ആ ഒരു സുഖലോലുപതയിൽ ഇവരിങ്ങനെ നൃത്തം ചെയ്യുകയാണ്. അവിടെ നിയോൺ ലൈറ്റുകളൊക്കെ ഇങ്ങനെ ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. അവിടെ പല ഗസ്റ്റുകളും വരുന്നുണ്ട്, പോകുന്നുണ്ട്. സോ ഗസ്റ്റ് ഹു ചെക്ക്ഡ് ഔട്ട് ലോങ് അഗോ ആർ സ്മൈലിംഗ്. ഇവൾ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു പോയ ഗസ്റ്റുകൾ എന്നോട് മന്ദഹസിച്ചുകൊണ്ടാണ് പോയത്. അന്നേരത്തെ കഥ ഈ ഗസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്നറിയാം? മേ ബി ഫോർ ലവേഴ്സ്, അയാളുടെ മുൻ കാമുകിമാരായിരിക്കാം. അന്നേരം അവര് ഇദ്ദേഹത്തിന് ഇതിനു മുൻപും കാമുകിമാരുണ്ടായിരിക്കാം. ായിട്ടല്ല വിട്ടത്, അവരോടെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ സഹകരിച്ച് ഈ പറയുന്ന റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്ന നിമിഷങ്ങളിലും അവർ തമ്മിൽ ഒരു സ്മൈലിംഗ് ആയിട്ടാണ്, അല്ലെങ്കിൽ സ്മൈല് ചെയ്തിട്ടാണ് അവർ പിരിഞ്ഞു പോയത്. അതാണ് ഇവിടെ പറയുന്നത്. ഗെസ് ഹു ചെക്ക്ഡ് ഔട്ട് ലോങ് അഗോ ആർ സ്മൈലിംഗ് ആൻഡ് ഓൺലി ദ ഡാർക്ക്നെസ് ഓഫ് ഹർ മേ ബി ടച്ച്ഡ്, ഓൺലി ദ വൈറ്റ്നെസ് ലുക്ക്ഡ് അറ്റ്. എന്ന് ഇപ്പോൾ ആ ഇരുട്ടത്ത് അവളും ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ അവളെ സ്പർശിച്ചു. ഓൺലി ദ വൈറ്റ്നെസ് ലുക്ക്ഡ് അറ്റ്. പക്ഷേ ആ ഡാർക്ക്നെസ് ഓഫ് ഹെർ മേ ബി ടച്ച്ഡ്. ഇവിടെ ഈ ഡാർക്ക്നെസ് എന്ന് പറയുന്നത് അവർ തമ്മിലുള്ള ആ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പാണ്. ആ ഒരു ഇല്ലിസിറ്റ് റിലേഷൻഷിപ്പിൽ അവളുടെ ആ ഒരു ഫിസിക്കൽ ബോഡിയിലേക്ക് ഞാൻ ടച്ച് ചെയ്തപ്പോൾ ഓൺലി ദ വൈറ്റ്നെസ് ലുക്ക്ഡ് അറ്റ്. ഞാൻ അവളിൽ കണ്ടത് അവളുടെ ആ ഒരു ഇന്നസെൻസ്, അവളുടെ ഒരു പ്യൂരിറ്റി, ഇതൊക്കെയാണ് എനിക്കത് തൊട്ടറിയാൻ സാധിച്ചത്. അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ്സിൽ അല്ലെങ്കിൽ അവളുടെ ഫിസിക്കാലിറ്റിയിലേക്ക് ഞാൻ ആഴ്ന്നിറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ടച്ച് ചെയ്തത് അവളുടെ ഇന്നസെൻസിനെയും അവളുടെ പ്യൂരിറ്റിയും ആയിരുന്നു. She stands above him a stone goddess, weeping tears and honey. She is half his age and far older. And how can a man tell his wife this? അന്നേരം അയാൾ പറയാണ്, ഇപ്പോൾ അവൾ എനിക്ക് മുകളിലാണുള്ളത്. ഓക്കെ, ഷീ സ്റ്റാൻഡ്സ് എബോവ് ഹിം ആസ് എ സ്റ്റോൺ ഗോഡസ്. കണ്ടോ, ഈ സ്റ്റോൺ ഗോഡസ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയാം? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ എനിക്ക് മുകളിലാണ്, അവൾ എനിക്ക് ടച്ച് ചെയ്യുന്നതിന്റെ അപ്പുറത്താണ്, ഒരു ഡിവൈനിറ്റി കാണിക്കുന്നുണ്ട്. അവളുടെ മുഖഭാഗം എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള ഇമോഷൻസും കാണിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഒരു സ്റ്റോൺ ഗോഡസിനെ പോലെ, ഒരു കല്ല് പോലെ, ഒരു പ്രതിമ പോലെ യാതൊരു വികാരങ്ങളും ഇല്ലാതെയാണ് അവൾ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അയാൾ പറയുന്നുണ്ട്, ഇതൊരു കോൺട്രഡിക്ടറി ആയിട്ടാണ് പറയുന്നത്, വീപ്പിംഗ് ടിയേഴ്സ് ആൻഡ് ഹണി. അവൾ കരയുന്നുണ്ട്.
അതേസമയം അവൾ എനിക്ക് സന്തോഷത്തോടെ എന്താണ് ഹണി ഹണി മീൻസ് അവൾ വളരെ സ്വീറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം അവൾ എൻ്റെ കരയുന്നുണ്ട്. അവൾ വളരെ ടെൻഡർ ആണ്. അവൾ യാതൊരു ഇമോഷൻസും മുഖത്ത് കാണിക്കാതെ അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ താഴേക്ക് ഊർന്നു വരികയാണ്. അന്നേരം ഒരു എന്നെ സംബന്ധിച്ച് എൻ്റെ പ്രിയപ്പെട്ട കാമുകി വളരെ ചെറുപ്പക്കാരിയാണ്. അവൾ എന്ത് ചെയ്യാണ്? അവൾ എനിക്ക് മുകളിലായി നിൽക്കുകയാണ്. ഓക്കെ, അവൾ ഒരു സ്റ്റോൺ ഗോഡസിനെ പോലെ എനിക്ക് ഫീൽ ചെയ്യുകയാണ്. അവൾ കണ്ണുനീര് പൊഴിക്കുന്നതിനോടൊപ്പം തന്നെ വളരെ സ്വീറ്റ് ആയിട്ട് അവൾ എനിക്ക് അനുഭവപ്പെടും. ചില ആൾക്കാരെ പറയുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ട് തോന്നുന്നു എന്ന് പറയുന്ന പോലെ. ഷീ ഈസ് ഹാഫ് ഹിസ് ഏജ് ആൻഡ് ഫാർ ഓൾഡർ ആൻഡ് ഹൗ ക്യാൻ എ മാൻ ടെൽ ഹിസ് വൈഫ്. അന്നേരം അയാൾ പറയാൻ, അവൾ എന്നെക്കാളും പകുതി വയസ്സ് മാത്രമേ ഉള്ളൂ. ഞാൻ അവളെക്കാൾ ഏറെ പ്രായമുള്ള വ്യക്തിയാണ്. ഞാൻ എൻ്റെ വൈഫിനോട് എങ്ങനെ ഈ ബന്ധത്തെ പറ്റി പറയും? അന്നേരം ഈ ഒരു സ്റ്റാൻസിൽ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള പ്രണയ നിമിഷങ്ങളിൽ അവർ വളരെ എക്സാജറേറ്റഡ് ആയിട്ട് വളരെ വൈബ്രന്റ് ആയിട്ട് അവർ അത് ആഘോഷിക്കുന്നതാണ്. സോ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുൻപും ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്ക് പല കാമുകിമാരും വന്ന് പോയിട്ടുണ്ട്. പക്ഷേ വന്ന ആൾക്കാരൊന്നും തന്നെ ഇവിടെ നിന്ന് പിണങ്ങി പോയിട്ടല്ല ഉള്ളത്. അവരെല്ലാം തന്നെ സ്മൈല് ചെയ്തിട്ടാണ് പോയിട്ടുള്ളതെന്ന് പറയുന്നു. ഞാനൊരു മൊമെന്റില് ഞാൻ ആ ഒരു ഡാർക്ക്നെസ്സിൽ വെച്ച് അവളുടെ ഫിസിക്കാലിറ്റി അടുത്തറിഞ്ഞ നിമിഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ഉള്ളിലെ പ്യൂരിറ്റി വൈറ്റ്നസിനെ ഞാൻ അടുത്തറിഞ്ഞത്. പക്ഷേ ആ മൊമെന്റ് കഴിഞ്ഞപ്പോൾ അവൾ എന്നെ മുൻപിൽ ഒരു സ്ട്രോങ് ഗോഡസിനെ പോലെ യാതൊരു ഇമോഷൻസും റെപ്രസെന്റ് ചെയ്യാതെ അവൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരേ മൊമെന്റില് അവൾ കരഞ്ഞുകൊണ്ടും അതേ മൊമെന്റില് അവൾ വളരെ സ്വീറ്റ് ആയിട്ടും എനിക്ക് അനുഭവപ്പെട്ടു. ഇത്ര ചെറിയ കാമുകിയെ പറ്റി ഞാൻ എൻ്റെ ഭാര്യയോട് എങ്ങനെ തുറന്ന് പറയും? സോ ഇത് ഇത്രയാണ് ഈ ഒരു സ്റ്റാൻസ 2 വരുന്നത്. Stanza 3. Later they will meet in all politeness, not quite strangers, but never friends, and hands touched elsewhere may shake together with a brush of fingers and casual eyes. And the cleanser of cleansed to magic whiteness and long survives in the worst cologne, but not girls' bodies that turn black leather, for all believe in Atman's lies. So, സ്റ്റാൻസ ത്രീയിലേക്ക് വരുമ്പോൾ അന്നേരം തലേ ദിവസത്തെ അവരുടെ ഫിസിക്കൽ ഇന്റർകോഴ്സ് ഒക്കെ കഴിഞ്ഞു. പിറ്റേന്ന് അവര് വീണ്ടും പുറത്ത് വെച്ച് കാണുകയാണ്. ഓക്കെ, ലേറ്റർ ദേ വിൽ മീറ്റ് ഇൻ പൊളൈറ്റ്നസ്. അന്നേരം പിന്നീട് ഞങ്ങൾ വീണ്ടും വെളിയിൽ വെച്ച് കാണുമ്പോൾ അറ്റ്മോസ്റ്റ് പൊളൈറ്റ് ആയിട്ടാണ് ഞങ്ങൾ ബിഹേവ് ചെയ്യുന്നത്. നോട്ട് ക്വൈറ്റ് സ്ട്രേഞ്ചേഴ്സ്, നെവർ ബട്ട് നെവർ ഫ്രണ്ട്സ്. ഒരു സ്ട്രേഞ്ചേഴ്സ് ബിഹേവ് ചെയ്യുന്ന പോലെയോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് വളരെയധികം അടുത്തറിയാവുന്ന ഫ്രണ്ട്സ് ബിഹേവ് ചെയ്യുന്ന പോലെയോ അല്ല, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് അല്ലെ, എന്നാൽ പൊളൈറ്റോടുകൂടി ഞങ്ങൾ പരസ്പരം മീറ്റ് ചെയ്തു. ആൻഡ് ഹാൻഡ്സ് ടച്ച്ഡ് എൽസ്വെയർ മേ ഷേക്ക് ടുഗദർ. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശരീരങ്ങളിലൂടെ ഇഴഞ്ഞു പാഞ്ഞു നടന്ന കൈവിരലുകൾ ഇന്ന് ഒരു ഷേക്ക് ഹാൻഡിൽ, ഒരു കാഷ്വൽ ഷേക്ക് ഹാൻഡിൽ അത് ഒതുങ്ങി. വിത്ത് എ ബ്രഷ് ഓഫ് ഫിംഗേഴ്സ് ആൻഡ് കാഷ്വൽ ഐസ് ആൻഡ് ക്ലെൻസർ ക്ലിൻസ് മാജിക് വൈറ്റ്നസ്. അന്നേരം തലേ ദിവസത്തെ രാത്രിയിൽ നടന്ന ഇന്റർകോൺസിലോ അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പോ ഒന്നും ഇന്നത്തെ ദിവസത്തില് പകലില് ഞങ്ങളെ റിഫ്ലക്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ പരസ്പരം കണ്ടു. ഒരു സ്ട്രേഞ്ചേഴ്സിനെ പോലെയോ ഫ്രണ്ട്സിനെ പോലെയോ അല്ല, ഒരു പൊളൈറ്റ് മാനർ, ഒരു അക്വൈൻറ്റൻസിനെ പോലെ ഞങ്ങൾ മീറ്റ് ചെയ്തു. ഞങ്ങളുടെ കൈകൾ പരസ്പരം ഒന്ന് ബ്രഷ് ചെയ്ത് കടന്നു പോയതേ ഉള്ളൂ. കാഷ്വൽ ആയിട്ടുള്ള നോട്ടങ്ങളിലൂടെ ഞങ്ങൾ കടന്നുപോയി. And the cleanser cleans the magic whiteness and love servers in the best glow. അതെന്താണ് ക്ലെൻസർ പ്ലസ് കൊളോൺ മീൻസ് സുഗന്ധം. ഒരു സുഗന്ധത്തിനും അല്ലെങ്കിൽ ഒരു സുഗന്ധത്തിനും ഞങ്ങളുടെ ഈ പറഞ്ഞ ലേറ്റ് നൈറ്റിലുണ്ടായ ആ ഒരു ഇമ്പ്യൂരിറ്റിയെ മറയ്ക്കാനാവില്ല. അതുപോലെ തന്നെ എന്ത് മാജിക് വൈറ്റ്നെസ്സിനാണ് ഞങ്ങളുടെ പാപഭാരത്തെ കഴുകി കളഞ്ഞ് വൃത്തിയാക്കാനായിട്ട് സാധിക്കുക. അന്നേരം ഞങ്ങളുടെ ഒരു ഇമ്മോറൽ ആ ഒരു ട്രാഫിക് അതുപോലെ തന്നെ ആ ഇല്ലിജിറ്റിമേറ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു നാറ്റം, ഓക്കെ, അതിന് ഏത് കളോണിനാണ്, ഏത് സുഗന്ധദ്രവ്യത്തിനാണ് അതിന്റെ ആ ഒരു നാറ്റത്തിനെ അല്ലെങ്കിൽ അതിന്റെ ഒരു പ്യൂരിറ്റിയെ മാറ്റാൻ സാധിക്കുക? ഏത് മാജിക് വൈറ്റ്നെസ്സിനാണ്, ഏത് ക്ലെൻസറിനാണ് ഞങ്ങളുടെ ഉള്ളിലുണ്ടായ ഇമ്പ്യൂരിറ്റിയെ ക്ലെൻസ് ചെയ്യാൻ സാധിക്കുക? അദ്ദേഹം ചോദിക്കാൻ. ബട്ട് നോട്ട് ഗേൾസ് ബോഡീസ് ദാറ്റ് turn black leather, for all believe in Atman lies. So, but not girls' bodies that turn black leather. സോ നെക്സ്റ്റ് അദ്ദേഹം പറയാണ് ബട്ട് നോട്ട് ഗേൾസ് ബോഡീസ് ദാറ്റ് ടേൺ ബ്ലാക്ക് ലെതർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്?
നമ്മൾ ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ കാണുന്ന പോലെ എന്നും യുവത്വം നിലനിർത്താൻ പറ്റും, എന്നും വളരെ സുന്ദരിയായി ഇരിക്കാൻ പറ്റും എന്നൊക്കെ അഡ്വർടൈസ്മെന്റിലൊക്കെ പറയുന്ന പോലെ ഈ പറയുന്ന ഗേൾസിന്റെ ബോഡീസ് ഒരിക്കലും ആ, സുന്ദരമാക്കി നിലനിർത്താൻ പറ്റത്തില്ല. അത് ഒരു കാലത്ത് ഒരു ബ്ലാക്ക് ലെതർ പോലെ അത് ചുക്കി ചുളിഞ്ഞു പോകുമെന്നാണ് പറയുന്നത്. ഈ അഡ്വാൻസ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വർടൈസേഴ്സിന്റെ ലൈൻസ്. സോ ഹിയർ ദിസ് ലാസ്റ്റ് ലൈൻ reflects the pervasive influence of advertising and false promises perpetuated by the advertisers. So, here the point means that many people believe in these kind of fabricated lies and narratives. അന്നേരം ഒരിക്കലും നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള ഒരു നമുക്ക് എന്താണ് സൗന്ദര്യമായിക്കോട്ടെ, നമ്മളുടെ ശരീരമായിക്കോട്ടെ, അതൊന്നും തന്നെ ഒരിക്കലും പഴയതുപോലെ നിലനിർത്താനാവില്ല. ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ പറയുന്ന പോലെ ഒരിക്കലും അങ്ങനെ ആക്കി നിർത്താൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അന്നേരം ഈ ഒരു സ്റ്റൻസിൽ അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ രാത്രിയിലത്തെ എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ വളരെ പൊലൈറ്റ് ആയിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ഒരു സ്ട്രേഞ്ചറിനെ പോലെയോ ഫ്രണ്ട്സിനെ പോലെയല്ല, മറിച്ച് ഞങ്ങളൊരു അക്വൈൻറ്റൻസിനെ പോലെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ വെച്ച് നമ്മൾ പരസ്പരം ഹാൻഡ്സ് ഷേക്ക് ചെയ്ത് മാറുകയാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഞങ്ങൾ കാഷ്വലായിട്ട് ഒന്ന് ഐ ടച്ച് ചെയ്തിട്ട് പോകുന്നതേ ഉള്ളൂ, അല്ലാതെ ഒന്ന് ഗ്ലാൻസ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾക്കിടയിൽ വേറെ റിലേഷൻഷിപ്പ് ഉള്ളതായിട്ട് ആർക്കും സംശയം തോന്നാറില്ല. അദ്ദേഹം പറയാണ്, ഞങ്ങൾ ചെയ്തു കൂട്ടിയ ഈ പാപഭാരത്തെ ഏത് ക്ലെൻസറിനാണ് ക്ലെൻസ് ചെയ്യാൻ സാധിക്കുന്നത്? ഞങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു ദുർഗന്ധത്തെ ഏത് കളോണിനാണ് അതിൻ്റെ അകത്ത് സർവൈവ് ചെയ്യിക്കുക, അല്ലെങ്കിൽ ആ ഒരു നാറ്റത്തെ ഇല്ലാതാക്കാൻ സാധിക്കുക? ഓക്കെ, ഞാൻ ജീവിതത്തിലെ ചില ഒരു ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഈ അഡ്വർടൈസ്മെന്റിലൊക്കെ പറയുന്ന പോലെ ഒരിക്കലും ഒരു ശരീരത്തെ നമുക്ക് എന്നും വർണ്ണാഭമാക്കി നിർത്താൻ സാധിക്കത്തില്ല. ഈ അഡ്വർടൈസ്മെന്റിൽ പറയുന്ന പോലെ സ്ത്രീ ശരീരത്തിനെ അതിനെ പൂർണ്ണമായിട്ട് സുന്ദരമാക്കി നിർത്താൻ സാധിക്കില്ല. ഏതൊരു സ്ത്രീ ശരീരവും നാളെ ഒരു ബ്ലാക്ക് ലെതർ പോലെ ആയി തീരും എന്ന് അദ്ദേഹം ഫിലോസഫിക്കലായിട്ട് പറയുകയാണ്. ആൻഡ് നെക്സ്റ്റ് സ്റ്റാൻസ. Okay, in rare cases among the legions of married men, such moments of shining have never happened. And whether to praise such men for their steadfast virtue or condemn them as fools for living without magic, answer can hardly be given. So, in rare cases among the legions of married men, such moments of shining have never happened. അദ്ദേഹം പറയാണ്, എനിക്ക് എൻ്റെ ഈ ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ എനിക്കൊരു കാമുകയുണ്ട്. അവളോടൊപ്പമുള്ള അനുപമമായ നിമിഷങ്ങൾ എനിക്ക് വളരെയധികം സന്തോഷപൂർണമാണ്. പക്ഷെ ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ തന്റെ വൈവാഹിക ജീവിതത്തിന്റെ ഇടയ്ക്ക് കാമുകിമാരില്ലാത്ത പുരുഷന്മാരും ഉണ്ട്. അവരെ പറ്റിയിട്ടാണ് അദ്ദേഹം പറയാനായിട്ട് പോകുന്നത്. ഇൻ റെയർ കേസസ് among the legions of married men, such moments of shining have never happened. വിവാഹിതരായിട്ടുള്ള ചെറുപ്പക്കാർക്കിടയിൽ അല്ലെങ്കിൽ പുരുഷന്മാർക്കിടയിൽ ഇങ്ങനെ ജീവിതത്തിന്റെ വർണ്ണാഭമായ നിമിഷങ്ങൾ ഇല്ലാത്ത ചില ആൾക്കാരും ഉണ്ട്. ആൻഡ് വെദർ ടു പ്രൈസ് സച്ച് മെൻ ഫോർ ദെയർ സ്റ്റെഡ്ഫാസ്റ്റ് വെർച്യു, അങ്ങനെയുള്ള ഒരു പുരുഷന്മാരെ അവരുടെ ആ കഠിന പാതിവൃത്യത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള അവരുടെ ആ ഒരു അവരുടെ ഭാര്യയോടുള്ള ആ ഒരു സ്റ്റെഡ്ഫാസ്റ്റ് വെർച്യുവിൽ ഞാൻ അവരെ പ്രൈസ് ചെയ്യണോ? ഒരു ഭാര്യ മതി, എനിക്ക് വേറെ പ്രണയിനി വേണ്ട എന്ന് ചിന്തിക്കുന്ന അങ്ങനെയുള്ള പുരുഷന്മാരുടെ ആറ്റിറ്റ്യൂഡിൽ ഞാൻ അവരെ പ്രൈസ് ചെയ്യണോ? ഓർ കണ്ടം them as fools for living without magic? ആൻസർ ക്യാൻ ഹാർഡ്ലി ബി ഗിവൻ. അതോ ജീവിതത്തിലെ ഒരു പ്രണയിനിയോടുള്ള അപൂർവമായ നിമിഷങ്ങളുടെ സുഖം അനുഭവിക്കാത്തതിന്റെ പേരിൽ വിഡ്ഢികളാക്കപ്പെട്ട അവരെ വിശ്വസിക്കുന്നു. എനിക്ക് ഇതിന് എന്ത് ഉത്തരം കൊടുക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സോ ഈ സ്റ്റാൻസ നമ്പർ 4 അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിലെ ഇങ്ങനെയുള്ള പ്രണയ നിമിഷങ്ങൾ അനുഭവിക്കാത്ത പുരുഷന്മാരുണ്ട്. ഓക്കെ, അവരെ ഞാൻ അവരുടെ വെർച്യുവിനെ പറ്റി ഓർത്ത് ഞാൻ അത് പ്രൈസ് ചെയ്യുന്നു, അതോ അവരെ ഇങ്ങനെയുള്ള ജീവിതത്തിലെ മാസ്മരിക നിമിഷങ്ങൾ അറിയാത്തതിനെ പറ്റി ഓർത്ത് ഞാൻ അവരെ കണ്ടം ചെയ്യണു? എന്ത് ആൻസറാണ് കൊടുക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നെക്സ്റ്റ് സ്റ്റാൻസ നമ്പർ 6. There are rooms for strength. Stanza number 5 ആണ് കേട്ടോ ഇവിടെ വരണ്ടേ, എനിക്ക് നമ്പർ തെറ്റിപ്പോയതാണ്. Stanza number 5. There are rooms for rent in the outer planets and neons blaze in floral sack. We live with the death, but it is life with the die.
We dive within the blossoming earth where springs the rose in house, the highway in town and country. What's given is paid for, blood gifts are sold, that stars, white fingers, and screw the light bulbs. The bill is due, and the desk clerk waits outside our doors. The steps are quiet, light becomes and goes from the ghostly sun. Where only the darkness may be remembered, and the rest is gone. So, അദ്ദേഹം പറയാണ് നമുക്ക് ഇനിയും രാപ്പാർക്കാം എന്നൊക്കെ പറയുന്ന പോലെ ഈ പ്ലാനറ്റിൽ നമ്മളെന്ന് പറയുന്ന പ്രണയിതാക്കൾക്ക് സ്ഥാനമില്ല. കാരണം ഇവിടെ കൂടുതലും വെർച്വസും മൊറാലിറ്റിയും പറഞ്ഞു തരുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് പ്രിയതമേ, നമുക്ക് അന്യഗ്രഹത്തിൽ പോയി രാപ്പാർക്കാം. There are rooms for rent in the outer planets and neons blaze in floral sack. അവിടെ നല്ല പൂ പോലുള്ള സാക്കുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന നിയോൺസ് ബ്ലേസ് ചെയ്യുന്നുണ്ട്. നിയോൺ ലൈറ്റുകൾ ബ്ലേസ് ചെയ്യുന്ന അങ്ങനെ ഔട്ടർ പ്ലാനറ്റിൽ പോയി നമുക്ക് റൂം റെന്റിനെടുത്ത് നമുക്ക് അവിടെ പോയി ആ ജീവിതം ആസ്വദിക്കാം. We live with the death, but it is life we die with in the blossoming earth where springs the rose. So അദ്ദേഹം പറയാണ്, neon lights are shining brightly in the floral sack, which could symbolize the modernity. Okay, and the artificiality, neon floral saskiൻ്റെ അകത്ത് neon blaze ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയാണ് അദ്ദേഹം സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ here we live with the death, but it is life we die with. We live with the death. Here it is a paradox of living in the presence of death. But ultimately, dying is the essence of life is highlighted. നമ്മൾ ജീവിക്കുന്നത് എന്താ? നമ്മൾ ജീവിച്ച് ഒരിക്കൽ മരണപ്പെടും. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് മരിക്കാനാണോ? അല്ല, ജീവിതം ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ ദ ബ്ലോസമിങ് എർത്ത് വെയർ സ്പ്രിംഗ് ദ റോസ്. നിന്നോടൊപ്പമുള്ള അനുപമമായ നിമിഷങ്ങളിൽ ഞാൻ എൻ്റെ മരണത്തെ പോലും അറിയുന്നില്ല. ഞാൻ മരിക്കുമെന്ന് പോലും ഞാൻ ഓർക്കുന്നില്ല. ജീവിതത്തിന്റെ വർണ്ണാഭമായ നിമിഷങ്ങൾ ഓരോന്നും ആസ്വദിക്കാനും നിന്നോടൊപ്പം പൂത്തും തളർത്തും ജീവിക്കാനുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. In house and highway, in town and country, what's given is paid for, blood gifts are sold. So in house and highway, in town and country, എന്താണ് in house and highway? അല്ലേ, ഞാൻ എൻ്റെ ജീവിതത്തില് ഈ ജീവിതത്തിന്റെ മധ്യാഹ്നത്തിൽ ജീവിക്കുന്ന ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ ഞാൻ കഷ്ടപ്പെട്ട ഒരു വീട് വെച്ചു, ഞാൻ എൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു, എൻ്റെ ടൗണിന് വേണ്ടി പ്രവർത്തിച്ചു. അങ്ങനെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഞാൻ നൽകിയിട്ടുണ്ട്. വാട്ട്സ് ഗിവൻ ഈസ് പെയ്ഡ് ഫോർ, ബ്ലഡ് ഗിഫ്റ്റ്സ് ആർ സോൾഡ്. അന്ന് ഞാൻ ഉണ്ടാക്കിയ വീടും എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ ഭാര്യയും മക്കളും അവർക്ക് കിട്ടുന്ന ഇൻകവും അവരുടെ ജീവിതത്തിന്റെ ലക്ഷൂറിയസ്നെസ്സും എല്ലാം എന്താണ്, എൻ്റെ ബ്ലഡ് ഗിഫ്റ്റാണ്. എൻ്റെ രക്തം ചീന്തി ഉണ്ടാക്കിയ അല്ലെങ്കിൽ എൻ്റെ ഓരോ മൊമെന്റുകളും ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചതാണ്. അതാണ് പെയ്ഡ് ഫോർ, ബ്ലഡ് ഗിഫ്റ്റ്സ് സോൾഡ് എന്ന് പറയുന്നത്. So what is paid for, blood gifts are sold, that stars, white fingers and screw the light bulbs, the bill is due and the desk clerk wakes. So അദ്ദേഹം പറയാണ്, that stars, white fingers and screw the bulb. ജീവിതത്തിലെ ഈ പറയുന്ന മൊമെന്റുകളെല്ലാം തന്നെ ഒരു മിന്നായം പോലെ എന്നോടിലൂടെ വന്നു പോവുകയാണ്. സോ ഒരു സ്റ്റാർ ടിങ്കിൾ ചെയ്യുന്നതിനെ കാണിച്ച വളരെ മനോഹരമായ ഒരു ഇമേജറിയാണ് ഈ പറയുന്ന സ്റ്റാർസ് വൈറ്റ് ഫിംഗേഴ്സ് അൺസ്ക്രൂ ദ ലൈറ്റ് ബൾബ്. കണ്ടോ, ഒരു സ്റ്റാർ അതിന്റെ ലൈറ്റ് ബൾബിനെ സ്ക്രൂ ചെയ്യുന്നു അൺസ്ക്രൂ ചെയ്യുന്നു, അങ്ങനെ ഇടുന്നു ഊരുന്നു, അങ്ങനെ ബൾബ് ഇടുകയും ഊരുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്ന സ്റ്റാർസ് ടിങ്കിൾ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ജീവിതത്തിലെ ഓരോ മൊമെന്റും ഞാൻ എൻ്റെ എന്താണ് ഫാമിലിക്ക് വേണ്ടി, എൻ്റെ ടൗണിന് വേണ്ടി, എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, പക്ഷെ ആ ഒരു മൊമെന്റിൽ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്നത് എന്താണ്, നിന്നോടൊത്തുള്ള ഈ ബ്ലോസമിങ് മൊമെന്റുകളാണ്. അതാണ് എൻ്റെ ജീവിതത്തിലേക്ക് സ്പ്രിങ്സ് ഓഫ് റോസസ് നിറയ്ക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം റിയാലിറ്റിയിലേക്ക് വരികയാണ്. ഓക്കെ, ദ ബിൽ ഈസ് ഡ്യൂ, ദ ഡെസ്ക് ക്ലർക്ക് വേക്സ്. അയ്യോ, എനിക്ക് അടയ്ക്കാൻ ഇനിയും ബില്ലുകൾ ഒരുപാടുണ്ടല്ലേ. ഇലക്ട്രിസിറ്റി ബില്ല് കിടക്കുന്നു, വാട്ടർ ബില്ല് കിടക്കുന്നു, അതുപോലെ ജീവിതത്തിലെ ഒരുപാട് ക്രെഡിറ്റ് കാർഡിന്റെ ബില്ലുകൾ കിടക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് കടങ്ങൾ ഇനിയും തീർക്കാനുണ്ട്. അതാണ് കടങ്ങൾ ഇനിയും തീർക്കാൻ. ദ ബിൽ ഈസ് ഡ്യൂ, ദ ഡെസ്ക് ക്ലർക്ക് വേക്സ്. അവിടെ ആ ഡെസ്ക് ക്ലർക്ക് അയാൾ ഒരു സ്വപ്നത്തിൽ നിന്ന് ഉണരുകയാണ്. ഔട്ട്സൈഡ് അവർ ഡോർ ദ സ്റ്റെപ്സ് ആർ ക്വൈറ്റ്, light comes and goes from the ghostly sun, where only the darkness may be remembered, the rest is gone. അന്നേരം ഈ കണ്ടതെല്ലാം ആ കാമുകയും ആ കാമുകിയുടെ അവരോടൊപ്പമുള്ള ഡാൻസും ഒക്കെ മേ ബി നിങ്ങളുടെ സ്വപ്നത്തിലുണ്ടായതായിരിക്കാം.
അയാളുടെ സ്വപ്നം വിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ അയാൾ റിയലൈസ് ചെയ്യാണ് എനിക്ക് അടയ്ക്കാൻ ഇനിയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ബില്ലുകളുണ്ട്, ഒരുപാട് കടങ്ങളുണ്ട്. അല്ലേ? ഈ ജീവിതത്തിന്റെ മധ്യാഹ്നത്തില് ഇങ്ങനെ ഒരു കാമുകിയോടൊപ്പം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മൊമെന്റിലല്ല ഞാൻ. ഞാനെന്ന് പറയുന്ന വ്യക്തി നേരത്തെ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോ ലോങ് ലവേഴ്സ് ലീവ് ആൻഡ് ഡെസ്ക് ക്ലർക്ക് പെരിഷ്, അല്ലേ? ഡെസ്ക് ക്ലർക്കുകൾ പെരിഷായി പോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള കാമുകന്റെ ജോലി എന്താണ്? ഒരു ഡെസ്ക് ക്ലർക്കാണ്. അയാളുടെ ക്ലറിക്കൽ വർക്ക് ആ ഒരു ഡെസ്കിൽ നിന്ന് ഓടിപ്പിടിഞ്ഞ് എണീക്കുകയാണ്. തനിക്ക് ചെയ്തു തീർക്കാൻ ഒരുപാട് വർക്കുകളുണ്ട്. ഇപ്പൊ പോകേണ്ട സമയമായിരിക്കുന്നു. അങ്ങനെ ഔട്ട്സൈഡ് ദ ഡോർ ദ സ്റ്റെപ്സ് ആർ ക്വയറ്റ്, അല്ലേ? പിന്നെ അയാൾ വെളിയിലേക്ക് നോക്കി. ആ തെരുവീതികളെല്ലാം തന്നെ ശാന്തമായി കിടക്കുന്നു. വൈകുന്നേരം ഏകദേശം പോകാറായ സമയമായിരിക്കുന്നു. ലൈറ്റ് കംസ് ആൻഡ് ഗോസ് ഫ്രം ദ ഗോസ്ലി സൺ, അല്ലേ? അവിടെ നിന്ന് നേർത്ത പ്രകാശം ആ സൂര്യനിൽ നിന്നും വന്നും പോയും ഇരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ഈവനിങ് ആയെന്നാണ് കാണിക്കുന്നത്. വേർ ഓൺലി ദ ഡാർക്ക്നെസ് മേ ബി റിമെമ്പേർഡ് ആൻഡ് ദ റെസ്റ്റ് ഈസ് ഗോൺ. നമ്മളുടെ ഡാർക്ക്നെസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ലോകം ഓർത്തിരിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം തന്നെ എന്ത് ചെയ്ത് അവിടെ നിന്ന് പോവുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറയുന്ന അയാളുടെ മനസ്സിലുണ്ടായിരുന്ന സ്വപ്നത്തെ അടക്കി പിടിച്ചുകൊണ്ട് അയാൾ തന്റെ ജോലിയിലേക്ക് വ്യാപൃതനാകുകയാണ്. കാരണം തനിക്ക് ഇനി ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, തനിക്ക് അടച്ചീർക്കാൻ ഒരുപാട് ബില്ലുകളുണ്ട്. താൻ ഒരു ഡെസ്ക് ക്ലർക്കാണ്. ഇതെല്ലാം തന്നെ ഒരു കാമുകി ഉണ്ടാകണമെന്നും അവളോടൊപ്പമുള്ള ഉന്മാദ അവസ്ഥകളിലൂടെ കടന്നു പോകണമെന്നുള്ള തന്റെ സ്വപ്നങ്ങൾ വിഫലമാകുമോ എന്നുള്ള ചിന്തയോടുകൂടി അയാൾ എന്ത് ചെയ്യും, അവിടെ നിന്ന് പോവുകയാണ്. ഇതിലേക്ക് വരുമ്പോൾ കുറെ തീമുകൾ നമ്മൾ കാണുന്നുണ്ട്. ഇൻഫിഡിലിറ്റി തീമായിട്ട് വരുന്നുണ്ട്. അന്നേരം കോംപ്ലക്സിറ്റീസ് ഇൻ ലൈഫ്, കോൺസിക്വൻസ് ഓഫ് ഹാവിങ് എൻ അഫെയർ, അതുപോലെ തന്നെ ഡിസയർ ആൻഡ് പാഷൻ, അല്ലെ? റൊമാൻറ്റിക് റിലേഷൻഷിപ്പ്, ഔട്ട്സൈഡ് മാരേജിലുള്ള ഡിസയർ ആൻഡ് പാഷൻ. അതുപോലെ തന്നെ ഏജിങ് ആൻഡ് മൊർട്ടാലിറ്റി വരുന്നുണ്ട്. യൂത്തും അതുപോലെ തന്നെ ഡിലേസ്ഡ് മാനും, അത് പറയുന്ന ആ ഒരു കോൺട്രാസ്റ്റ്, ഏജിന്റെ കോൺട്രാസ്റ്റ് വരുന്നുണ്ട്. മ്യൂണ്ടെയിൻ വേഴ്സസ് മാജിക്കൽ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. ഓക്കെ. അന്നേരം ഈ പെൺകുട്ടികളുടെയുള്ള റിലേഷൻഷിപ്പിനെ വളരെ മാജിക്കൽ ഇത്തീറിയൽ ആയിട്ടാണ് കാണിക്കുന്നെങ്കിൽ, ഔട്ട്സൈഡ് പ്ലാനറ്റിൽ പോയി നമുക്ക് റൂം റെന്റ് എടുക്കാം. അവിടെ പോയി നിയോൺ ഫ്ലോറൽ സാക്കില് ഈ പറയുന്ന പോലെ ലൈറ്റ്സ് ഒക്കെ കത്തിച്ച് നമുക്ക് ആസ്വദിക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. സോ അത് മാജിക്കലാണ്. അറ്റ് ദ സെയിം ടൈം ഡെസ്ക് ക്ലർക്കിന്റെ ജോലി എന്ന് പറയുന്നത് വളരെ മൂണ്ടെയിൻ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന ഗിൽറ്റും മൊറാലിറ്റിയും വരുന്നുണ്ട്. ഗിൽറ്റും മൊറാലിറ്റിയും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എത്തിക്സ് ഓഫ് ഇൻഫിഡിലിറ്റിയെ പറ്റി പറയുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ വളരെ പ്രായം കുറഞ്ഞ കാമുകിയുണ്ടെന്ന് ഞാൻ എൻ്റെ ഭാര്യയൊരിക്കൽ ഇങ്ങനെ പറയുന്ന ഒരു ലൈനിൽ ഈ ഗിൽറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഇയാൾ പറയുന്നുണ്ട് ഒരു കൂട്ടം ആൾക്കാര് അവർ ജീവിതത്തിൽ ഇങ്ങനെയുള്ള മാജിക്കൽ മൊമെന്റ്സിലൂടെ കടന്നു പോയിട്ടില്ല. ഞാൻ അവരെ പ്രേസ് ചെയ്യണോ അതോ ഇപ്പൊ അവരെ ഫൂൾസ് ആയിട്ട് കരുതി കണ്ടം ചെയ്യണോ, എനിക്ക് എന്ത് ആൻസർ കൊടുക്കണോ എന്ന് അറിയാൻ വയ്യ എന്ന് പറയുന്ന ലൈനിലും നമുക്ക് ഈ ഗിൽറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഗിൽറ്റും മൊറാലിറ്റിയും ഒക്കെ ഇതിൻ്റെ അകത്ത് അസോസിയേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പോയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് പോയം ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യുക കേട്ടോ. അന്നേരം എന്തെങ്കിലും വേറെ ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാനിത് അപ്ലോഡ് ചെയ്തേക്കാം. ഓക്കെ. ഇനി ബൈ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കാം.